എന്നും വാർത്തകൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യകളെപ്പറ്റി. അതിനകത്ത് പ്രായഭേദമില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ 90 വയസ്സായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നോ നാളെയോ മരിച്ചു പോകുന്ന ഉറപ്പുള്ള വൃദ്ധർ വരെ ആത്മഹത്യ ചെയ്ത് തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ജീവിതം മടുത്തതാണ്. സമ്പത്തുള്ളവർക്കും ജീവിതം മടുത്തു പോകുന്നു, സൗന്ദര്യമുള്ളവർക്കും ജീവിതം മടുത്തു പോകുന്നു. പിന്നെന്താണ്, നല്ല ഭൂമിയിൽ മാന്യത ഉള്ളവരുടെയും ജീവിതം അവർക്ക് വെറുത്തു പോവുകയാണ് പല സമയങ്ങളിലും. പിന്നെന്താണ്, ജീവിതത്തിനോട് സ്നേഹം തോന്നിയില്ലെങ്കിൽ പിന്നെന്താണ്, ജീവിതം മടുത്തു, ഇനിയിപ്പം ജീവിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പലരും ആത്മഹത്യ ചെയ്താണ് വ്യക്തിപരമായിട്ട്. എന്നാൽ അതിനേക്കാളും ദുരന്തകരമായിരിക്കുന്ന മറ്റൊരു കാരണം നമ്മൾക്ക് പറയാം. ചില പിതാക്കന്മാർ ചില സാമ്പത്തിക ക്രമക്കേടിൽ അകപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവും ചില സാമ്പത്തിക ക്രമക്കേടിൽ അകപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ മറ്റ് ചില തെറ്റായിരിക്കുന്ന വഴികളിലേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? തൻ്റെ ഒന്നും അറിയാത്ത തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വിഷം കൊടുത്തോ അല്ലെങ്കിൽ നിഷ്ഠുരമായിട്ട് കൊന്നിട്ട് അവരും ആത്മഹത്യ, കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ആത്മഹത്യ ചെയ്യുന്നതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എങ്കിലും അവരുടെ ജീവിതത്തെയും അവർക്ക് വരുമാനിക്കുന്ന കാലത്ത് അവർക്ക് സത്യദൈവത്തെ അറിയാനുള്ള അവകാശവും ഈ മാതാവും പിതാവും തള്ളിക്കളയുകയാണ്. ചില മാതാവും പിതാവും പറയും, ഞങ്ങൾ അങ്ങ് ചത്തുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാഥമായി പോകത്തില്ലയോ, അവരെ പിന്നെ ആര് വളർത്തും? അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അവരെ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? അവർക്ക് ഒന്നിനെപ്പറ്റി അറിവില്ല, ദൈവത്തെപ്പറ്റി അറിവില്ല, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അവർക്ക് അറിവില്ല.